നമസ്കാരം, മദർ ന്യൂസിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ എനർജി കാർഡുമായി കണക്ഷനിലേക്ക് കൊണ്ടുവരിക. പ്ലീസ് ഗെറ്റ് മീ മദർ ന്യൂസ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുമോ? ഓക്കെ, ഫസ്റ്റ് കാർഡ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ ഉള്ളിലെ വിശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഒരേ സമയം തന്നെ വിശ്വാസവും അവിശ്വാസവും കൂടെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് ആ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇവിടെ പ്രപഞ്ചം പറയുന്നത് നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊഴിഞ്ഞു പോയത് എന്ത് തന്നെയാണെങ്കിലും അതിൽ നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കും എന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. യൂണിവേഴ്സിൻ്റെ ഒരു സപ്പോർട്ട്, സ്നേഹം നിങ്ങളോടൊപ്പം ഉണ്ടാകും. അത് നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി ഉണ്ടാകും. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഒട്ടും തന്നെ അവിശ്വസിക്കാതെ വിശ്വാസത്തെ മുറുകെ പിടിക്കണമെന്നാണ് പ്രപഞ്ചം ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണ്? ഒരുപാട് ഭാരങ്ങൾ ഇപ്പോൾ വഹിച്ചുകൊണ്ട് നടക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു കാര്യത്തിലല്ല, ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങളെ ഭാരപ്പെടുത്തുന്നതായി കാണുന്നു. കുറേ വർഷങ്ങളായിട്ട് നിങ്ങൾ ചുമന്നുകൊണ്ട് നടക്കുന്നതായിട്ടുള്ള ഓവർ തിങ്കിങ് ഉണ്ട്. അതുപോലെ തന്നെ വിട്ടുകളയാൻ സാധിക്കാത്ത ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് കാരണം ആകെ തളർന്ന് ഒരു ചുവട് പോലും ഇനി മുന്നോട്ട് വയ്ക്കാൻ സാധിക്കാതെ ഒരുപക്ഷെ സാമ്പത്തിക സ്ഥിതിയിൽ വളരെ തകർന്നിരിക്കുന്ന അവസ്ഥയായിരിക്കാം, റിലേഷൻഷിപ്പിൽ തകർന്നിരിക്കുന്നതായിരിക്കാം, ശാരീരികമായ അസ്വസ്ഥതകൾ കൊണ്ട് നിങ്ങൾ തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം, മനസ്സുകൊണ്ടൊരു സമാധാനമില്ലാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കും. ഈ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സൈക്കിളിൻ്റെ എൻഡിങ്ങിലേക്ക് വന്നിരിക്കുന്ന ആ ഒരു സമയമാണിപ്പോൾ. നിങ്ങൾ ആകെ ക്ഷീണിച്ചിരിക്കുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ചില വ്യക്തികൾ ഇവിടെ അത് അവസാനിച്ച് ഒരു ഉയർത്തെഴുന്നേൽപ്പിലേക്ക് അല്ലെങ്കിൽ ഒരു റെസ്റ്റിലേക്ക് കടന്നു പോയിരിക്കുന്നതായും കാണുന്നുണ്ട്. ഇവിടെ ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ എനർജിയാണ്. ദ ജഡ്ജ്മെൻറ്റ് വന്നിരിക്കുന്നു. നമ്മൾ ഇത്രയും ഭാരങ്ങൾ അനുഭവിച്ച ചില വ്യക്തികൾ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളെ ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, ഒരു റീബർത്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇത്രയും നാൾ ഭാരം അനുഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് കടന്നു വരുന്നതിനുള്ള ഒരു സമയമാണ്. ഈ ഒരു സമയം നമ്മൾ വിശ്വാസത്തോടു കൂടി ഇരിക്കുക. എൻ്റെ ജീവിതത്തിൽ പുതിയ ഒരു കാര്യം വരും, എൻ്റെ ഉള്ളിൽ വിശ്വാസത്തെ ഞാൻ ഉയർത്തും എന്നും നിങ്ങൾക്ക് കണ്ണാടികൾ നോക്കി നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കും, സാമ്പത്തികപരമായി ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഞാൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ലോകത്തിൽ ആരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിലും ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യുന്നു, എൻ്റെ വിജയത്തിനായി ഞാൻ പ്രവർത്തിക്കും എന്ന് നമ്മൾ നിരന്തരം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നെ അതിശയപ്പെടുന്ന രീതിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സംഭവിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജികൾ ചോദിക്കുന്നു, പ്രപഞ്ചം എന്ത് ഗൈഡൻസ് ആണ് എൻ്റെ വ്യൂസിന് നൽകാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു സമയം പ്രപഞ്ചം എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നതായിട്ടുള്ള ശക്തി സ്വരൂപം ഏത് തന്നെയാണെങ്കിലും, ഏത് മതവിശ്വാസത്തിലാണെങ്കിലും ശക്തി സ്വരൂപം ഒന്ന് തന്നെയാണ്. ആ പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് ഇതാണ്. ഓക്കെ, ദ കിങ് ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ് ഈ ഫസ്റ്റ് വന്നിരിക്കുന്ന അതേ കാർഡ് തന്നെയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലുള്ള ആ വിശ്വാസത്തെ, നിങ്ങളുടെ എനർജിയെ നിങ്ങൾ മുറുകെ പിടിക്കുക. അതൊരിക്കലും നഷ്ടമാക്കി കളയരുത്. അതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഗ്രോത്തിന് കാരണമാകുന്നത്. നിങ്ങൾ അതിലേക്ക് തന്നെ ശ്രദ്ധ വയ്ക്കുക. നിങ്ങളുടെ വിശ്വാസത്തിലേക്ക് തന്നെ നിങ്ങൾ ശ്രദ്ധ വയ്ക്കുക. അതൊരിക്കലും നിങ്ങളിൽ നിന്ന് വിട്ടുപോകാത്തവണ്ണം ചേർത്ത് പിടിക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല ഉയർച്ച നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ ഒരു കാത്തിരിപ്പുണ്ട്. യൂണിവേഴ്സിൻ്റെ ഒരു ടൈം നമുക്കുണ്ട്. ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ആ ഒരു സെലിബ്രേഷൻ, ആ സന്തോഷം നിങ്ങളെ തേടി എത്തും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഗ്രോത്തിനെ തടഞ്ഞു നിർത്തുന്നതായിട്ടുള്ള നിങ്ങളിലുള്ള എനർജി എന്താണ്? ഓക്കെ, ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. കാലതാമസത്തെയാണ് ഇവിടെ കൂടുതലും കാണിക്കുന്നത്. ഒരു സ്റ്റക്നെസ്, ലക്ഷ്യങ്ങളിലേക്ക് എത്തണമെന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് അതിൻ്റെ സമയം വൈകിപ്പിക്കുന്നു. അത് കൃത്യസമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളിലേക്ക് ഗ്രോത്ത് വരുന്നതിനും കാലതാമസം എടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പകുതിക്ക് വെച്ച് നമ്മൾ സ്റ്റക്കായി പോകും. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് നമ്മുടെ ജീവിതത്തിൽ വേണം. അത് ഏത് മേഖലയിലാണെങ്കിലും ശരി തന്നെ. നമുക്കെല്ലാം അറിയാമെന്ന് പറയുമ്പോഴും നമ്മളുടെ ജീവിതങ്ങൾ കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് പ്രപഞ്ചം നൽകുന്നതായിട്ടുള്ള ചില സിറ്റുവേഷനുണ്ട്. അതിനെ നമ്മൾ കൃത്യമായി നമ്മൾ മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള മാപ്പാക്കി എടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമുക്ക് തടസ്സങ്ങൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാർട്ടിങ് ശരിയാകുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റൂട്ട് മാപ്പില്ല. ഒരു സാമ്പത്തിക സ്ഥിതി നമ്മുടെ കയ്യിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ചിലവാക്കണം എന്നുള്ളതിൻ്റെ ഒരു റൂട്ട് മാപ്പ് നമ്മുടെ കയ്യിൽ ഇല്ലാണ്ട് പോകുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്നതിന് പകരം എൻ്റെ സൗന്ദര്യം കാരണം അല്ലെങ്കിൽ എൻ്റെ കഴിവ് കാരണമാണ് എൻ്റെ പങ്കാളി എൻ്റെ പിറകെ വരുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് പോകുന്ന സമയത്ത് നമ്മളിലേക്ക് ഈഗോ വർക്കാകും. ഓക്കെ, ഇന്നത് കൊടുത്തത് കൊണ്ട് അല്ലെങ്കിൽ
കാരണം ഞാൻ അവനെ സഹായിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവളെ സഹായിച്ചത് കൊണ്ടാണ്, എന്നിട്ടും അവൾ എന്നോട് ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറയുമ്പോഴും അതെല്ലാം നമ്മുടെ പോരായ്മകൾ മാത്രമാണ്. എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അവളെ സഹായിക്കാൻ ചെയ്തത്? നമുക്ക് കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരാൾക്ക് വേണ്ടി അളവിൽ കഴിഞ്ഞ അളവ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കൃത്യത ഇല്ല എങ്കിൽ അവരിൽ നിന്ന് ഇന്നത് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല. നമ്മുടെ ജോലിയിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് സാലറിയിൽ ഉയർച്ച തരാതെ നമ്മളെ കൊണ്ട് കഠിനാധ്വാനം ചെയ്യിപ്പിക്കുകയും നമുക്ക് ഒരു റെസ്പെക്റ്റോ കാര്യങ്ങളോ തരുന്നില്ല, നമുക്ക് ജോലി കയറ്റം തരുന്നില്ല, വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സാലറിയിൽ ഒരു ഉയർച്ചയും തരുന്നില്ല, എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ജോലി പിരിച്ചുവിട്ട് കളയും, മതിയാക്കി കളയും എന്നൊക്കെയുള്ള ഭീഷണിയിൽ നമ്മൾ തകർന്നു നിൽക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള റൂട്ട് മാപ്പോ കാര്യങ്ങളോ ഇല്ലാത്തതിൻ്റെ പേരിൽ അത് സഹിച്ച് നമ്മൾ അവിടെ തന്നെ ആ ഒരു ബൗണ്ടറിക്ക് നമ്മളെ കൺട്രോൾ ചെയ്ത് ആ ബൗണ്ടറി തന്നെ നമ്മൾ തളച്ചിടുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മളുടെ പരാജയത്തിന് ഏറ്റവും കാരണം എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു വന്നിരിക്കുന്ന നമുക്ക് പുറമേ നിന്നൊന്നും ഒരാളുടെയും ജീവിത മാപ്പ് എടുക്കേണ്ട കാര്യമില്ല. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ സഞ്ചരിച്ച് വന്നിരിക്കുന്നതായിട്ടുള്ള നമ്മളുടെ ജീവിത മാപ്പ് കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ടുള്ള വഴികളെ നോക്കി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അത് കൃത്യമായി പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സ്റ്റക്നെസ് ഉണ്ടാകുമെന്നാണ് പ്രപഞ്ചം പറയുന്നത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, വരാനിരിക്കുന്നതായിട്ടുള്ള ബ്ലെസ്സിങ് എന്താണ്? എൻ്റെ വ്യൂസിൻ്റെ ജീവിതത്തിൽ കടന്നു വരാനിരിക്കുന്ന ബ്ലെസ്സിങ് എന്താണ്? എന്താണ് ചലഞ്ചസ്? ഓക്കെ, ഇവിടെ വരാനിരിക്കുന്ന ബ്ലെസ്സിങ് എന്ന് പറയുന്നത് സാമ്പത്തിക സുരക്ഷിതത്വമാണ്. സാമ്പത്തികപരമായിട്ടുള്ള ഒരു ഉയർച്ച ഇവിടെ കാണിക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു ജോലി, ഒരു ബിസിനസ്, ഒരു കൂട്ടു ബിസിനസ് ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, എവിടെ നിന്നെങ്കിലും പണം നിങ്ങളിലേക്ക് എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കൃത്യമായിട്ട് അത് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് എടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന സിറ്റുവേഷൻ ഇവിടെ കാണിക്കുന്നുണ്ട്. രണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ആകെ മാനസികമായി തകർന്നിരിക്കുന്ന ഏതെങ്കിലും സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. ഏസ് ഓഫ് സോഡിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അധികാരങ്ങൾ കിട്ടുന്നു, നിങ്ങളുടെ വാക്കുകൾക്കും നിങ്ങളുടെ പ്രവൃത്തികൾക്കും ലോകം അംഗീകരിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായി കാണുന്നു. ഏസ് ഓഫ് സോഡിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ വാക്കുകളും എല്ലാം വളരെ സ്ട്രോങ് ആയി തീരുന്നതായി കാണുന്നുണ്ട്. ക്ലാരിറ്റി ലഭിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ സ്റ്റക്കായി പോയിരിക്കുന്ന നിങ്ങൾക്ക് ജീവിത വിജയത്തിന് വേണ്ടി നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുകയും ആ ഗൈഡൻസിലൂടെ നിങ്ങളുടെ വിജയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുകയും സ്റ്റെബിലിറ്റിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങളിലേക്ക് കടന്നു വരുന്ന ബ്ലെസ്സിങ് അതാണ്. എന്താണ് ചലഞ്ച് സിറ്റുവേഷൻ എന്ന് പറയുന്നത്? ക്വീൻ ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. വിശ്വാസം, ആ വിശ്വാസത്തെ നിലനിർത്തുവാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നതായി കാണുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വ്യക്തി ആ ദണ്ടിൽ പിടിച്ചിട്ടുണ്ട്. ഓക്കെ, തൻ്റെ ഉള്ളിലുള്ള ആ വിശ്വാസം എന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല. ഫോക്കസ് ചെയ്യാതെയാണ് വിശ്വസിക്കുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം. നമ്മുടെ ഉള്ളിൽ നിന്ന് അത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ നമുക്കതിനു വേണ്ടി ഈ ഒരു യൂണിവേഴ്സൽ ടൈമിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയും നമ്മുടെ ഉള്ളിലുള്ള ആ വിശ്വാസത്തെ മുറുകെ പിടിക്കുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിവിടെ പലർക്കും നഷ്ടമായി പോകും. ഓക്കെ, അതെല്ലാവർക്കും മിക്കവരും അങ്ങനെ തന്നെയാണ്. കാരണം നമുക്ക് ഫ്രീ ആയിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒന്നല്ല ഈ വിശ്വാസം എന്ന് പറയുന്നത്. ചില വ്യക്തികളുണ്ട്, എന്തൊക്കെ അനുഭവിക്കേണ്ടി വന്നിരുന്നാലും ശരി തന്നെ അവരുടെ ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഈ പ്രപഞ്ചത്തിൽ നിന്നും ചില കാര്യങ്ങൾ ആകർഷിച്ചെടുക്കുവാനും അഫർമേഷൻ എടുത്ത് തൻ്റെ വിജയത്തെ നിലനിർത്തുവാനും സാധിക്കുന്ന പവർഫുൾ ആയിട്ടുള്ള വ്യക്തികൾ ഈ വീഡിയോ കാണുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികൾക്ക് കൺഫ്യൂസ്ഡ് ആണ്. എനിക്കത് നടക്കുമോ ഇല്ലയോ? ഒരു 10 വട്ടമെങ്കിലും ആ ഒരു വിശ്വാസത്തെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ തിരിഞ്ഞു നോക്കും. ഓക്കെ, അന്ന് നടക്കുമോ അല്ലെങ്കിൽ നടക്കാതിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കും. നമ്മളൊരു ചെറിയ കമ്പ് തൈ കൊണ്ട് നട്ടതിന് ശേഷം നമ്മളൊരു കമ്പ് വെട്ടി നടുകയാണ്. ആ കമ്പ് വെട്ടി നട്ടതിന് ശേഷം അതിൽ വേര് വന്നോ എന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഊരി നോക്കിയിട്ട് അതിൻ്റെ വേര് വന്നോ ഇല്ലയോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ചെടിക്ക് വളരുവാനുള്ള അല്ലെങ്കിൽ അതിലേക്ക് വേര് വരുവാനും അതിലേക്ക് പുതിയ മുകുളങ്ങൾ വരുവാനും ഉള്ള സാധ്യത അവിടെ ശൂന്യമായി പോകും. അത് കരിഞ്ഞു പോകുകയുള്ളൂ. അതുപോലെയാണ് ചില വ്യക്തികൾ. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് സംഭവിക്കുമോ എന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അത് ഊരി നോക്കും. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിൽ എനിക്ക് ബ്ലോക്ക് മാറ്റിയിട്ടുണ്ടോ, അവരെന്നെ കോൾ ചെയ്യുന്നുണ്ടോ, അവരെനിക്ക് മെസ്സേജ് തന്നിട്ടുണ്ടോ, ഞാൻ ഈ അഫർമേഷനൊക്കെ ചെയ്യുന്നതിൽ ഒരു ഫലവുമില്ലാതെ വരികയാണോ, ഇതുവരെയും അത് മാറ്റിയിട്ടില്ല എന്ന് നോക്കുന്നതും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നട്ട് വെച്ചിരിക്കുന്ന കമ്പിൽ വേര് വന്നോ എന്ന് പിഴുത് നോക്കുന്നതും സെയിം ആണ്. രണ്ടും ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ കൃത്യമായിട്ട് അഫർമേഷൻ ചെയ്യുക. നല്ല രീതിയിൽ ഒരു കമ്പിനെ വൃത്തിയായി നട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടതായിട്ടുള്ള വളവും വെള്ളവും ഒക്കെ കൊടുത്തതിന് ശേഷം ആ പ്രപഞ്ചത്തിൻ്റെ ടൈമിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ഇടയ്ക്കിടയ്ക്ക് വലിച്ചൂരി നോക്കുകയാണെങ്കിൽ അത് ഫലം തരാതെ പോകും എന്നുള്ളതാണ് പ്രധാനം. ഓക്കെ, ഇതാണ് ചലഞ്ചിങ് സിറ്റുവേഷനായിട്ട് ഇവിടെ കാണിക്കുന്നത്. നമ്മളെപ്പോഴും ഡൗട്ട് നമ്മളുടെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വിശ്വാസത്തെ മുറുകെ പിടിച്ചിരിക്കുന്നതെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സിറ്റിയുടെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, എൻ്റെ വ്യൂസ് ഇപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നതായിട്ടുള്ള കാര്യം സാധിക്കുമോ?
നിങ്ങളിപ്പോൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കുക, ആ വിചാരിക്കുന്ന കാര്യം സാധിക്കുമോ എന്ന് നോക്കാം. ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം 2-3 പ്രാവശ്യം ഇങ്ങനെ വിഷ്വലൈസ് ചെയ്തതിന് ശേഷം ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സെക്കൻഡ് ഓക്കെ. ഫസ്റ്റ് സെക്കൻഡ് സെലക്ട് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായി വേണ്ടത് നിങ്ങൾക്കൊരു മാറ്റമാണ് വേണ്ടത്. എന്ത് മാറ്റമാണ്? നിലവിലുള്ള നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥയിൽ നിന്നും നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരിക, ക്ലാരിറ്റി കൊണ്ടുവരിക. നിങ്ങളുടെ ഉള്ളിൽ രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങൾ അത് നിങ്ങൾ രഹസ്യത്തിൽ തന്നെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് എന്നിവിടെ പറയുന്നു. എപ്പോഴും രഹസ്യങ്ങളെ നിങ്ങളുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ഒരു സ്വഭാവം നിങ്ങളിലേക്ക് വളർത്തിയെടുക്കുക. മാത്രമല്ല കൃത്യതയുള്ള ഒരു വ്യക്തിയായി മാറുക. നിങ്ങളുടെ ചിന്തയും നിങ്ങളുടെ വാക്കുകളും കൃത്യതയോടും ക്ലാരിറ്റിയോടുകൂടി നിൽക്കുന്നതായിട്ട് നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ദ പേജ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങൾക്ക് ഒരു സ്ഥിരത കൊണ്ടുവരിക എന്നിവിടെ പറയുന്നുണ്ട്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ആ മനസ്സിൽ വിചാരിച്ച കാര്യത്തിലേക്ക് നിങ്ങൾ അഫർമേഷൻ ചെയ്യുന്നുണ്ടെങ്കിലും അത് മുന്നോട്ട് പോകുന്ന സമയത്ത് അതിലൊരു ചേഞ്ച് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഇത് മാറി വേറൊരു കാര്യം ചെയ്യാം, അല്ലെങ്കിൽ അതിലൊരു സ്ഥിരത ഇല്ലാണ്ടായി പോകുന്ന അവസ്ഥകൾ. ഓക്കെ, ദ പേജ് എന്ന് പറയുമ്പം ബാല്യം, കുഞ്ഞു കുട്ടികളുടെ സ്വഭാവത്തിലേക്ക് കടന്നു പോകും. കാരണം അതിങ്ങനെ ജഗിൾ ചെയ്തുകൊണ്ടിരിക്കും. ഒരു സമയത്ത് എനിക്ക് പച്ച കളറിലുള്ളത് മതി എന്ന് ഇങ്ങനെ അഫർമേഷൻ ചെയ്ത് ഇങ്ങനെ പകുതിക്ക് എത്തുമ്പോഴത്തേക്കാണ് പറയുന്നത് എനിക്ക് ഇന്ന് ചുവപ്പാണ് ഇഷ്ടം. അപ്പോൾ ഇന്ന് തൊട്ട് ചുവപ്പിനെയാണ് ഞാൻ അഫർമേഷൻ ചെയ്യുന്നത്, പച്ച എനിക്ക് വേണ്ട. അങ്ങനെ നമുക്ക് നമ്മുടെ തീരുമാനത്തിലൊരു ചേഞ്ച് ഇങ്ങനെ വന്നു കളയും. കളർ ഞാനൊരു കളർ പറഞ്ഞത് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഒരു സ്ഥിരതയില്ലാതെ ഇങ്ങനെ ചേഞ്ചിങ് വരികയാണെങ്കിൽ അതൊരിക്കലും നമുക്ക് അഫർമേഷൻ ആകത്തില്ല. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം പറയുന്നത് നിങ്ങളിലേക്ക് അത് തരാനായിട്ട് പ്രപഞ്ചം തയ്യാറായി നിൽക്കുകയാണ്. പക്ഷേ നിങ്ങളിൽ ഒരു സ്ഥിരത ആവശ്യമായിട്ടുണ്ട് എന്ന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് കാർഡുകാരും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കും. പക്ഷേ എന്താണ് വേണ്ടത്? ഒരു ക്ലാരിറ്റിയാണ് വേണ്ടത്. എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ഒരു ക്ലാരിറ്റിയും നമ്മളുടെ മാനസികവും അതുപോലെ തന്നെ വാക്കിലും ചിന്തയിലും ഒരു രഹസ്യ സ്വഭാവം സൂക്ഷിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റിയും നിങ്ങൾക്കുണ്ടായിരിക്കണം എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കും. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. യൂണിവേഴ്സിൻ്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങളുടെ പിതൃക്കൾ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ പിതൃക്കളെ മനസ്സിൽ ചിന്തിക്കുക. പിതൃക്കൾ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളിൽ നിന്നും വിട്ടുപോയ നിങ്ങളുടെ പിതൃക്കളെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. അവർ നൽകുന്ന മെസ്സേജ്. ഫസ്റ്റ് മെസ്സേജ് 8 ഓഫ് കപ്പിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. വിട്ടുപോകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെ ദുഃഖിച്ച് അകലേക്ക് മാറിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ സ്നേഹത്തെയും എല്ലാം ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ടുള്ള സ്ഥാനത്തേക്ക് കടന്നു പോകുന്നു. ഞാൻ പോകുകയാണ് എന്നുള്ള ആ ഒരു മെസ്സേജാണ്. വളരെ സങ്കടമാണെങ്കിൽ പോലും നമുക്ക് വിട്ടുപോകേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് പോയേ മതിയാകുകയുള്ളൂ അല്ലേ. അപ്പം നമുക്ക് പ്രിയപ്പെട്ട ആ വ്യക്തി വിഷമിച്ചിട്ടാണെങ്കിലും ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ വിളിച്ചിരിക്കുന്നതായിട്ടുള്ള മരണശേഷം നമ്മളെ വിളിച്ചിരിക്കുന്നതായിട്ടുള്ള ആ ലക്ഷ്യത്തിലേക്ക് അവർ പോകുകയാണ് എന്നുള്ളൊരു യാത്രയാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്തവർക്ക് അവർക്ക് ഇവിടെ ഒരു ദുഃഖം എനർജി ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദുഃഖം എന്ന് നോക്കട്ടെ. പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 9 ഓഫ് സോഡിൻ്റെ എനർജി എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. ഓക്കെ, അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളെ ഓർത്ത് അവർക്ക് തീർച്ചയായിട്ടും വേദനയുണ്ട്, വിഷമമുണ്ട്. ഇനി നിങ്ങളെ കാണുവാനോ അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സംസാരിക്കുവാനോ നിങ്ങളുമായിട്ട് പങ്കിടേണ്ടതായിട്ടുള്ള നല്ല നിമിഷങ്ങളോ ഇനി അവർക്ക് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ അവർക്ക് സങ്കടമുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളൊരു വാക്കാണ് അവർക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, പ്ലീസ് ഗെറ്റ് മീ മദർ യൂണിവേഴ്സ്. 8 ഓഫ് കപ്പിൻ്റെ എനർജി കാർഡ് വന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓക്കെ, 4 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ്. നിങ്ങളുടെ ഓർമ്മകളും എല്ലാം അവരുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ടാണ് അവർ മാറി നിൽക്കുന്നത് അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നത് ആ ഒരു അവസ്ഥയിലൂടെയാണ് എന്നിവിടെ പറയുന്നുണ്ട്. എല്ലാം ഓർമ്മകളും അവരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിൽ നിന്ന് വിട്ടുപോയവർ നമ്മളെക്കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. നമ്മളെ അവരിപ്പോഴും ഓർക്കുന്നു. അവരുടെ ഹൃദയത്തിൽ അവരുടെ ഓർമ്മകളിൽ നമ്മളുടെ ചിന്തകളുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. അവർ നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഓക്കെ, നിങ്ങൾ പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനോ ടാരോ കാർഡ് പഠിക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു വരുമാന മാർഗ്ഗമാക്കി മാറ്റുന്നതിനോ യൂട്യൂബിൽ നിന്നും വരുമാനം നേടുന്നതിനോ നിങ്ങൾക്കിതൊരു പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കാർഡ്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഓരോ സൈനിനെ കുറിച്ചുമുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കണമെങ്കിലോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഫാമിലിയിലുള്ളവർക്കും കുട്ടികൾക്കും മറ്റും വരുന്നതും അതിൻ്റെ പരിഹാരങ്ങളും ഒക്കെ ഈ കാർഡ്സ് വഴി നമുക്ക് സ്വയം കണ്ടുപിടിച്ച് മുന്നോട്ട് പോകുന്നതിനും ഇത് നിങ്ങളെ ഗൈഡ് ചെയ്യിക്കുന്നതാണ്. ഇത് നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്നുവെങ്കിലും ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.